തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവാരോപണം. പ്രസവത്തിനെത്തിയ യുവതി മരിച്ചു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. SIT ആശുപത്രിയിൽ നിന്ന് ഏറ്റ അണുബാധയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ മാസം 22-നായിരുന്നു SIT ആശുപത്രിയിൽ ശിവപ്രിയയുടെ പ്രസവം. ശിവപ്രിയയുടെ കൈക്കുഞ്ഞുമായി കുടുംബം SIT ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഞാൻ കണ്ണു തുറന്ന് എൻ്റെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിക്കുന്ന വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തലയെ കാട്ടി ഇന്ന് രാവിലെ ആയപ്പോൾ പറയുന്നു ഇടത്തെ ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു അരമണിക്കൂറിനകത്ത് വെച്ച് അണുബാധ എന്ന് പറയുന്ന അസിനറ്റോബാക്ടർ എന്ന് പറയുന്ന ഒരു അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്നതാണ്. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിരോധത്തിലായിരിക്കുന്നതിനിടയിലാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ മറ്റൊരു യുവതി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ശിവപ്രിയ എന്ന യുവതിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത്. ഇവർ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രസവത്തിനായി SIT ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം SIT ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ കഴിയുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് അവിടെ ഉണ്ടായത്. അതല്ല എങ്കിൽ കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെയാണ് ഈ SIT ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അണുബാധ ഏൽക്കാൻ ഇടയായ സാഹചര്യമെന്നാണ് ശിവപ്രിയയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് SIT ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഈ BJP നേതാക്കളെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ശിവപ്രിയയുടെ ബന്ധുക്കളുടെയും ഒക്കെ തീരുമാനം. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ